വിദ്വേഷ പരാമർശം നടത്തിയ സംഘപരിവാർ നേതാവ് ടി.ജി. മോഹൻദാസിനെതിരെ പ്രതിഷേധം കനക്കുന്നു. എ.ഐ.വൈ.എഫിന്റെയും കേരള മഹിളാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അറസ്റ്റ് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായ വിദ്യാർത്ഥികൾക്കെതിരെയുള്ള വിദ്വേഷ പരാമർശത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. കേരള മഹിളാ സംഘത്തിന്റെയും എ.ഐ.വൈ.എഫിന്റെയും മാർച്ച് മട്ടാഞ്ചേരിയിലെ വീടിനു മുന്നിൽ പോലീസ് തടഞ്ഞു. RSSന്റെ വിഷം തലയിൽ കൊണ്ടു നടക്കുന്ന ടി.ജി. മോഹൻദാസ് പറഞ്ഞത് മനുഷ്യത്വമുള്ള ഒരാൾക്ക് പറയാൻ കഴിയുന്ന വാക്കുകൾ അല്ലെന്നും അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിൽ അടക്കണമെന്നും എ.ഐ.വൈ.എഫ് സംസ്ഥാന സെക്രട്ടറി ടി. ജിസ്മോൻ. നവമാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന രീതിയിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹീനമായ പദപ്രയോഗം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണമെന്നുള്ളതാണ് എ.ഐ.വൈ.എഫിന്റെ ആവശ്യം. RSS അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു. അതാണ് വലിയ വാർത്ത. അദ്ദേഹം RSS അല്ല എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് സംഘപരിവാറുമായി ബന്ധമില്ല എന്ന് പറയുകയാണ്. ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ RSSന്റെ ഇന്റലക്ച്വൽ സെല്ലിന്റെ കൺവീനറായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ടി.ജി. മോഹൻദാസ്. വിദ്യാർത്ഥികൾക്കെതിരെ വെടിയുതിർക്കുമെന്ന് പറയുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തുകയും ചെയ്ത മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഇടത് യുവജന വനിതാ സംഘടനകളുടെ തീരുമാനം. അറസ്റ്റ് ആവശ്യപ്പെട്ട് വീട്ടിലേക്കുള്ള വഴിയിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി. കൈരളി ന്യൂസ്, കൊച്ചി.